ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ ടിപ്സ്. ഇന്ന് നമുക്ക് കാർത്തികയാണ്. നമുക്ക് നല്ലൊരു പുഴുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടുന്ന മലക്കറികൾ നമ്മൾ പച്ചയത്തയ്ക്ക, ചേന, ചേമ്പ്, കാച്ചിൽ, ശീവക്കിഴങ്ങ്, നനകിഴങ്ങ്, ഇതൊക്കെ ചീനി, ഇതൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ചിലവരിത് പുഴുങ്ങിയാണ് പുഴുക്കുണ്ടാക്കുന്നത്. നമ്മളിത് കറി വെച്ചാണ് പുഴുക്കുണ്ടാക്കുന്നത്. നമ്മൾ കഷ്ണങ്ങളെല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കടല ആദ്യം വേവിക്കണം. തനിയെ നല്ലപോലെ വേവിച്ചെടുത്തതിന് ശേഷം അതിനകത്തോട്ട് നമുക്ക് വെജിറ്റബിളും ചേർക്കാം. നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും മാത്രം, കടല വേവിച്ച വെള്ളമുണ്ട്, കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. ചേർത്ത് നല്ലപോലെ വേവിച്ചെടുക്കാം. ഒരു വിസിൽ കേട്ടിട്ട് കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് നല്ല സിമ്മി വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടുന്ന തേങ്ങ അരപ്പ് തയ്യാറാക്കുന്നത്, കുറച്ച് തേങ്ങ ഏറെ വേണം. ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിനകത്തും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ജീരകവും വെളുത്തുള്ളിയാണ്, അതും കുറച്ച് ഏറെ ചേർക്കണം. നമ്മൾ ഏറെ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട് മലക്കറികൾ. അതിന് വേണ്ടുന്നതനുസരിച്ച് തേങ്ങ ചേർക്കണം. ഇതെല്ലാം നല്ലപോലെ ഒന്ന് തരി തരിയായിട്ട് അവിയലിന് അരയ്ക്കുന്ന പോലെ അരച്ചെടുക്കണം. നമ്മളെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം. നമുക്കത് കുക്കറിൽ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി കുറച്ച് കടുക് താളിച്ച് വയ്ക്കാം. ഇച്ചിരി ഏറെ വെളിച്ചെണ്ണ ചേർത്ത് കടുവും ചേർത്ത് നമ്മൾ കുറച്ചേറെ കറിവേപ്പിലയൊക്കെ ചേർത്ത് പച്ചമുളകൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് കടുക് താളിക്കാം. നമുക്ക് പുഴുക്കിൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ചില നാട്ടിൽ പുഴുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം പുഴുങ്ങിയെടുക്കുകയാണ് കാർത്തിക പുഴുക്കെന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെ കൊല്ലത്ത് ഇതിങ്ങനെ കറി വെക്കുകയാണ് ചെയ്യുന്നത്. ശീവക്കിഴങ്ങൊക്കെ നിറയെ ചേർത്തിട്ടുണ്ട്, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്കിനി അരപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കി നമുക്ക് ഉപ്പൊക്കെ നോക്കണം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു പുഴുക്കാണിത്. ഇതിൻ്റെ കൂടെ കഞ്ഞിക്ക് കുടിക്കാനാണ് ഏറ്റവും നല്ലത്. ചോറിനും കഴിക്കാം. എന്നാലും നമ്മളിത് വയ്ക്കുമ്പോൾ കഞ്ഞി കൂട്ടി ചേർത്ത് കഴിക്കുമ്പോഴാണ് ഭയങ്കര ടേസ്റ്റ് ഉള്ളത്. കഞ്ഞിയും പുഴുക്കാണെന്നല്ല പറയുന്നത്, പക്ഷെ നമ്മൾ എല്ലാ കാർത്തികയ്ക്കും ഈ പുഴുക്കാണ് കൊല്ലത്തുള്ളവരൊക്കെ ചെയ്യുന്നത്. അതൊരു വലിയൊരു സന്തോഷമായിട്ടാണ് നമ്മൾ ഈ കാർത്തികയ്ക്ക് ഈ പുഴുക്കും വയ്ക്കും, കാർത്തിക വിളക്കും കത്തിക്കും. അപ്പം നല്ല ഇച്ചിരി ലൂസായിട്ടിരുന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് ഉള്ളൂ. നല്ലപോലെ ഇളക്കി ആവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട്. നല്ലപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് കടുകും താളിച്ചത് ചേർക്കാം. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി കടുകും താളിച്ചതും ചേർക്കാം. അങ്ങനെ നമ്മുടെ കാർത്തിക പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്ത് നോക്കണം. നമ്മുടെ കാച്ചിൽ, ചേമ്പ്, ചേന, നനകിഴങ്ങ്, ചീനി, ചേത്തയ്ക്ക, ശീവക്കിഴങ്ങ്, ഇങ്ങനെയുള്ള എല്ലാം ചേർത്തിട്ടുണ്ട്. കുറച്ച് ചേർത്താൽ മതിയാവും. നല്ല ടേസ്റ്റായിട്ടുള്ള കാർത്തിക പുഴുക്ക് തയ്യാറായിട്ടുണ്ട്. ഇത് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.